ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP മാതൃപാർട്ടിയായ കോൺഗ്രസിലേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപാത പിന്തുടരുന്ന ചെറുപാർട്ടികൾ ഒന്നിക്കണമെന്നും ലയിക്കണമെന്നുമുള്ള ശരത് പവാറിന്റെ തന്നെ സമീപകാല പ്രസ്താവനകളാണ് ഇത്തരം ഊഹാപോഹങ്ങൾക്ക് കാരണം. NCPയും കോൺഗ്രസും ഗാന്ധി നെഹ്റു ആശയങ്ങൾ പിന്തുടരുന്നതിനാൽ തന്റെ പാർട്ടിയും കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ നിരവധി ചെറിയ ഗ്രൂപ്പുകളും ഭാവിയിൽ ലയിക്കാൻ സാധ്യതയുണ്ടെന്ന് ശരത് പവാർ പറഞ്ഞതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ റിപ്പോർട്ടുകൾ കോൺഗ്രസുമായുള്ള NCPയുടെ ലയനത്തെക്കുറിച്ച് വ്യക്തത വരുത്തുന്നുമില്ല. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെയും പവാർ വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾക്ക് ശേഷം തന്റെ പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സാധ്യതകൾ പരിശോധിക്കുന്ന അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനായി പവാർ പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് മാറ്റി നൽകിയിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. NCPയിലെ പിളർപ്പിന് ശേഷം പാർട്ടിയുടെ മാതൃപാർട്ടിയുമായി ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് പവാർ സോണിയയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഇരുവശത്തും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ലയനത്തിന് പ്രേരിപ്പിക്കുന്നതിനും സാധ്യമായ ഏറ്റവും മികച്ച ഡീൽ നേടുന്നതിനുമുള്ള ശരിയായ സമയമാണിതെന്ന് പവാർ കരുതുന്നു. പ്രയാസകരമായ സാഹചര്യത്തെ മറികടക്കാൻ കോൺഗ്രസിനും ശക്തവും അനുഭവപരിചയമുള്ള ഒരു കൈ ആവശ്യമാണെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ശരത് പവാറിന് 84 വയസ്സായി. കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതിനാൽ തന്നെ മകൾ സുപ്രിയ സുലെയ്ക്കും രോഹിത് പവാറിനും മഹാരാഷ്ട്രയിലെ ലയനാനന്തര സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും നല്ലൊരിടം ഉറപ്പാക്കണം. ഇരു പാർട്ടികളും വലിയ തീരുമാനങ്ങളെടുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പവാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ ഏത് കാര്യവും തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കുമെന്നാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാൻ പ്രതികരിച്ചത്. ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ചെറിയ പാർട്ടികളെക്കുറിച്ചുള്ള പവാറിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പല പ്രാദേശിക പാർട്ടികളും കോൺഗ്രസിൽ ചേരാൻ താൽപ്പര്യമുണ്ടെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് ശരത് പവാറുമായുള്ള ലയന ചർച്ചകൾ കൂടുതൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.